ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗൗതത്തിൻ്റെ ആ ഒരു വീട്ടിൽ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നന്ദ വിചാരിക്കുകയാണ് താൻ തന്നെ പിങ്കിയുടെ അടുത്ത് സോറി പറഞ്ഞ് പിങ്കിനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന്. അങ്ങനെ പിങ്കിയുടെ വീട്ടിൽ പോവാണ്. ആ സമയത്ത് പിങ്കി പറയുന്നുണ്ട്, ഞാനെന്തിനാ നിൻ്റെ വായിരിക്കണ വർത്താനമൊക്കെ കേട്ട് എപ്പോഴും അവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, അതുകൊണ്ട് ഞാനിവിടെ വന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഭർത്താവ് മരിച്ചെന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരു സ്ത്രീയാണെന്നല്ലേ നീ എപ്പോഴും പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കണേ നല്ലത്, വിധവകളല്ലെങ്കിലും സ്വന്തം വീട്ടിൽ നിൽക്കണതല്ലേ നല്ലത് എന്നൊക്കെ പറയാം കേട്ടോ. ആ സമയത്ത് നന്ദ പറഞ്ഞിട്ട്, സോറി, ഞാൻ ഇനി ഒരിക്കലും നിൻ്റെ അടുത്ത് ഒന്നും അപമര്യാദയായിട്ട് പെരുമാറില്ല. ഗൗതം സാർ എൻ്റെ രക്ഷിതാവ് മാത്രമാണ്, അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. നീ തെറ്റിദ്ധരിക്കുമെന്ന് വേണ്ടെന്ന് പറയുമ്പോൾ പിങ്കിയുടെ മുഖത്ത് കുറച്ച് സന്തോഷമൊക്കെ വരും കേട്ടോ. അതിനുശേഷം നമ്മുടെ നന്ദ പറയുന്നുണ്ട്, നിനക്ക് ശല്യമായിട്ട് ഒരിക്കലും ആ വീട്ടിൽ ഞാൻ ഉണ്ടാവില്ല. എന്നെക്കാളും ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആഗ്രഹിക്കുന്നത് നീ ആ വീട്ടിലുണ്ടാവണമെന്നാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന ആരെ, ഗൗതം സാറും അതുപോലെ തന്നെ ഗൗതം സാറിൻ്റെ അമ്മ ലക്ഷ്മിയമ്മ മാത്രമേ എന്നെ ഇഷ്ടപ്പെടുന്നുള്ളൂ ആ വീട്ടിൽ. പക്ഷെ നന്ദേ, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്, അതുകൊണ്ട് നീ തന്നെയാണ് ആ വീട്ടിലുണ്ടാവേണ്ടത് എന്ന് പറയുകയാണ്. എന്തായാലും നീയാണല്ലോ ആ വീട്ടിലെ ആദ്യത്തെ മരുമകൾ, അപ്പോൾ അവർ അംഗീകരിച്ച മരുമകൾ നീയാണല്ലോ, അപ്പോൾ നീ തന്നെ അവിടെ പോയാൽ മതി. ഞാൻ ഏതെങ്കിലും നീ പറഞ്ഞ പോലെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ചോളാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നന്ദ നമ്മുടെ രാധികാമനെയും കൂട്ടിക്കൊണ്ട് പോവാട്ടോ. പക്ഷെ എവിടെ പോയെന്നോ എന്ത് പോയെന്നോ ഒന്നും തന്നെ ഗൗതത്തിന് അറിയില്ല. ഗൗതം ആകെ ടെൻഷൻ അടിച്ച് ഭ്രാന്ത് പിടിച്ച് വട്ടായിട്ടിരിക്കും കേട്ടോ. അങ്ങനെ ഗൗതം വിചാരിക്കും താൻ തന്നെ നന്ദേനെ കണ്ടുപിടിക്കാന്ന്. അങ്ങനെ ഗൗതം നന്ദേനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുവാണ്. അങ്ങനെ നന്ദേനെ കണ്ടൊക്കെ പിടിക്കോട്ടെ. അവസാനം ഇങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണ നന്ദേനെ കണ്ടുപിടിക്കും. നന്ദയോട് പറയും, നീ ഇല്ലാതെ എനിക്ക് പറ്റണില്ല, ആ റൂമിൽ ഒറ്റപ്പെട്ട പോലെ തോന്നുന്നു, നീ എൻ്റെ കൂടെ തന്നെ വരണം എന്നൊക്കെ പറഞ്ഞ് നന്ദയടുത്ത് പറയുകയും അങ്ങനെ നന്ദേനെ എന്തായാലും കൂട്ടിക്കൊണ്ടുവരും. അത് നമ്മുടെ ഗൗതം തന്നെ കൂട്ടിക്കൊണ്ടുള്ളൂ, കാരണം ഇറങ്ങിപ്പോയതല്ലേ നന്ദ. അപ്പോൾ ഗൗതം തന്നെ കൂട്ടിക്കൊണ്ടുവരും, കൂടെ രാധികാമനെയും കൊണ്ടുവരും കേട്ടോ. അത് പിങ്കിക്ക് ഒട്ടും ഇഷ്ടമില്ല. എന്തായാലും പിങ്കി ഒരുപാട് ഹാപ്പിയാണ്, കാരണം നന്ദ അവിടെ ഇല്ലാത്തത് കൊണ്ട് പിങ്കിക്ക് എപ്പോഴും ഗൗതത്തിനെ കാണാം, സംസാരിക്കാം, എന്ത് വേണമെങ്കിലും പറയാം, ഒരു ശല്യം കൂടെ ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.